ക്രിസ്തുവാൽ സ്നേഹിക്കപ്പെട്ടവരെ, അസിമിലേഷൻ എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ അർത്ഥം നമുക്കറിയാം. വേണമെങ്കിൽ നമുക്കതിനെ താതാത്മ്യം പ്രാപിക്കുക എന്ന് പരിഭാഷപ്പെടുത്താം. നാം ഭക്ഷണം കഴിക്കുമ്പോൾ ആ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറാറുണ്ട്. ഇതുപോലെ യേശു തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായിട്ട് നൽകുന്നു ദിവ്യകാരുണ്യത്തിലൂടെ. ഇങ്ങനെ ഭക്ഷിക്കുമ്പോൾ ഈ അസിമിലേഷൻ സാധ്യമാകണം, ഈ താതാത്മ്യം പ്രാപിക്കൽ സാധ്യമാകണം. നാം ഹോളി കമ്മ്യൂണിയൻ എന്ന വാക്കുപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന സ്വീകരണത്തെ പറയാറുണ്ട്. ഹോളി കമ്മ്യൂണിയൻ, ഐക്യം സാധ്യമാകണം. യേശുവുമായിട്ടുള്ള ഐക്യം സാധ്യമാകണം ഈ പരിശുദ്ധ കുർബാനയുടെ സ്വീകരണം മൂലം. അതായത് യേശു ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും, യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും തുടങ്ങുന്നു. ഒരുവൻ അങ്ങനെ താതാത്മ്യം പ്രാപിച്ച് കഴിയുമ്പോൾ അത് യേശു സ്നേഹിച്ചത് എങ്ങനെയാണെന്നറിയാം. ജീവൻ നൽകി മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ടാണ് യേശു നമ്മെ സ്നേഹിച്ചത്. ഇതുപോലെ നാമും മറ്റുള്ളവരെ ഇതുപോലെ ക്ഷമിച്ചുകൊണ്ട് സ്നേഹിക്കാനായിട്ട് തുടങ്ങുന്നു. ഇങ്ങനെ നമുക്കറിയാം, പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയും ഇതുതന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുമ്പോൾ നാം രണ്ട് മനോഭാവമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ട് വേണം, അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് വേണം. അനുതാപത്തോടുകൂടി മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ടും വേണം നാം ഈ അപ്പം ഭക്ഷിക്കുവാനായിട്ട്. എങ്കിൽ മാത്രമേ ഈ താതാത്മ്യം സംഭവിക്കുകയുള്ളൂ, അസിമിലേഷൻ സംഭവിക്കുകയുള്ളൂ. അതാണ് ദിവ്യകാരുണ്യത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെയാകുമ്പോഴാണ് നമ്മളിൽ ജീവൻ ഉണ്ടാകുന്നത്. യേശുനാഥൻ എന്ന് പഠിപ്പിക്കുന്നത്, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നില്ല എങ്കിൽ, എൻ്റെ രക്തം പാനം ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല എന്നാണ്. അതായത് നമുക്ക് ആ ജീവൻ ഉണ്ടാകണമെങ്കിൽ ഈ രീതിയിൽ വേണം ഈ അപ്പം ഭക്ഷിക്കുവാനായിട്ട്. രണ്ടാമതായിട്ട്, എപ്പോഴും ഇത് ഒരു തർക്ക വിഷയമാണ്. ലോകത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ബെനഡിക്റ്റ് 16 പാപ്പയും ഫ്രാൻസിസ് പാപ്പയും ജോൺ പോൾ 2 പാപ്പയും ഒക്കെ ഒരേപോലെ പഠിപ്പിക്കുകയാണ്, ദിവ്യകാരുണ്യം എപ്പോഴും ഒരു തർക്ക വിഷയമാണ്. കാരണം ലോകം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കഴിവിലും ശക്തിയിലും ഒക്കെ ആശ്രയിക്കുക എന്നതാണ്. എന്നാൽ ഇവിടെ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടുള്ള ആശ്രയം യേശു നൽകുന്ന ജീവനിലാണ്. കാരണം ലോകത്ത് അതിസമ്പന്നരായിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്, സ്വാധീനമുള്ളവരെ, അധികാരമുള്ളവരെയൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ അധികാരവും സ്വാധീനവും പണവുമെല്ലാം നിഷ്പ്രഭമാകുന്ന നിമിഷം വരാറുണ്ട്. നാം തകർന്നു പോകുന്ന നിമിഷം, ഇവയൊന്നും നമ്മെ സഹായിക്കാൻ പറ്റാത്ത നിമിഷം വരാറുണ്ട്. ഈ സമയത്ത് നമ്മെ സഹായിക്കുന്നത് യേശുവിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. യേശുവാണ് എനിക്ക് ജീവൻ നൽകുന്നത്. ഇതിൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥ സംതൃപ്തി കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പൂർണ്ണമായിട്ടും ഈ ദിവ്യകാരുണ്യത്തോട് അർപ്പണം ചെയ്തുകൊണ്ട് യേശുവുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.